ഹലോ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം നമ്മളിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ പോയി നമ്മൾ ആ മുറ്റത്ത് അമ്മ നട്ടിരിക്കുന്ന ചെടികളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ചെടിയുടെ പേര് സത്യത്തിൽ എനിക്കറിയില്ല. പക്ഷേ ഇത് രാവിലെ ഈ ചെടി പൂവ് വിടർന്ന് നിൽക്കും, വൈകിട്ടത്തേന് ഇത് വാടിപ്പോവും. ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അമ്മ വെച്ചിരിക്കുന്ന ചെടി. കുറേ റോസപ്പൂണ്ട്, കുറേ അതിൻ്റെ തണ്ട് മുറിക്കാനായിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇങ്ങനെ വലിയതായി പടർന്ന് നിൽക്കുകയാണ് റോസാപ്പൂവൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവാണ് കേട്ടോ റോസാപ്പൂ. അതുപോലെ തന്നെ ബോൾസം. പിന്നെ ഞാൻ ഇടയ്ക്കൊരു കറ്റാർവാഴയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മുട്ടയിരിക്കുന്നതെന്ന്. സത്യത്തിൽ അത് അമ്മ വെറുതെ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇങ്ങനെ മുട്ടയുടെ തോടാണ്. ആ തോടിങ്ങനെ പൊട്ടിച്ചിട്ട് അതിലിങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് ഇങ്ങനെ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻ. നമ്മളിന്ന് വെറുതെ ഇങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നാൽ പിന്നെ ഒത്തിരി കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണ്ടേന്ന് ഓർത്തിട്ട് എന്നാൽ വീട്ടിലെ പൂക്കളും ഒക്കെ നമുക്ക് ചെടികളും ഒക്കെ വീഡിയോസിലെടുക്കാമെന്ന് വിചാരിച്ച് എടുക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തിട്ട വീഡിയോസിൽ കുറേ പേര് റിക്വസ്റ്റ് നെയിൽ ഗ്രോത്തിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ റോസാപ്പൂ. ഇങ്ങനെ വലിയതായി നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇനി കമ്പൊക്കെ മുറിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് മുല്ലയുണ്ട്. ഇങ്ങനെ പടർന്ന് കിടക്കുന്ന മുല്ലയാണ് നമുക്കുള്ളത്. അതാണിപ്പോൾ കാണിക്കുന്നത്. ഇതിൽ മുല്ലപ്പൂ എപ്പോഴും ഉണ്ട് കേട്ടോ, എപ്പോഴും. അതിനിടയിൽ കൂടെ എന്തോ വള്ളിയൊക്കെ കയറി ഇങ്ങനെ കിടപ്പുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ എപ്പോഴും മുല്ലപ്പൂ ഉണ്ട്. എല്ലാ ദിവസവും ഒരു മുല്ലപ്പൂ എങ്കിലും അതിൽ കാണും. വൈകിട്ട് ഇങ്ങനെ അതിൽ മുട്ടൊക്കെ എപ്പോഴും നിൽപ്പുണ്ട്, മുട്ട. അതുപോലെ തന്നെ ഇത് നമ്മുടെ അടുക്കള ഭാഗമാണ് കേട്ടോ. അവിടെ ഇങ്ങനൊരു കുട്ടി പേരയൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇങ്ങനെ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു പേരയുണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞിപ്പോൾ അവിടെ വീണ്ടും ഒരു പേര വന്നിരിക്കുകയാണ്. അപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുക്കള ഭാഗത്ത് കുറച്ച് ചെടിച്ചട്ടിയിൽ കുപ്പിയിലും ഒക്കെ ആക്കിയിട്ട് കുറച്ച് ചെടികളും ഒരു നാരകത്തിൻ്റെ തൈയും ഒക്കെ നിൽപ്പുണ്ട്. നമ്മുടെ അടുക്കള ഭാഗത്തിൻ്റെ ആ സൈഡിലാണ് കേട്ടോ, സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഇരിക്കുന്നത് ഈ കുറച്ച് ചെടികളൊക്കെ. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ കരിവേപ്പിലയൊക്കെ ഉണ്ട്. അതുപോലെ കുറച്ച് തൈ ജമന്തിയുടെ ആണെന്ന് തോന്നുന്നു, കുറച്ച് തൈകളൊക്കെ പാകി വെച്ചിട്ടുണ്ട് അമ്മ നടാനായിട്ട്. അതിനെയും സെപ്പറേറ്റ് കുറച്ചുകൂടെ വലുതായിട്ട് സെപ്പറേറ്റ് ആക്കി വെക്കും. അപ്പം ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ചെടിയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതും. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുവാണ്. എല്ലാവർക്കും ഹായ്. എന്നെ കാണാലോ അല്ലേ. നമ്മൾ വെറുതെ വന്നാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ. ഈ ഒരു തെങ്ങ് പോലത്തെ ഇതുണ്ടല്ലോ, ഇത് ഞാൻ പണ്ട് ജോലി ചെയ്തെടുത്തിരുന്നു കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 6-8 വർഷമായി കാണും അത് കൊണ്ടുവന്നിട്ട്. പക്ഷെ അതിന് എത്ര വലിപ്പമുള്ളൂ, വലുതാവുന്നില്ല. നമ്മുടെ കറ്റാർവാഴ, ഇതും ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് മുകളിൽ. അതും വീഡിയോസിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഡെക്കറേറ്റ്, അത് എന്തോ ഒരു ബേസ് ബോണ്ട് ഇത് കൊണ്ടിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസിലുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ബൈ ബൈ.